നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. ഇപ്പോൾ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആരൊക്കെയായിരിക്കും ഇപ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 ബാച്ചിൽ ഇടം പിടിക്കുന്നതെന്ന് ആരാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് പോകാം. ആദ്യത്തെ ലിസ്റ്റിൽ വിവാദ ആങ്കറായ ഷാരികയാണ്. പുള്ളിക്കാരത്തി ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, രേണുസുധിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഷാരിക വരാൻ സാധ്യത ഏറെയാണ്. അടുത്ത നമ്മുടെ രണ്ടാമത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരാൻ പോകുന്നത് ബെന്നി സെബാസ്റ്റ്യൻ ആണ്. പുള്ളിക്കാരത്തി ഏഷ്യാനെറ്റിലെ പ്രമുഖ സീരിയലിലെ ഒരു ആർട്ടിസ്റ്റാണ്. മാത്രവുമല്ല ഒരു ഡോക്ടറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പുള്ളിക്കാരത്തിയുടെ പേരും ഇടം പിടിച്ചിരിക്കുകയാണ്. അടുത്തതായി മറ്റൊരു സീരിയൽ ആക്ടറായ ആദിത്യൻ ജയനാണ്. പുള്ളിക്കാരൻ കഴിഞ്ഞ സീസണിലൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ്. അതുമാത്രവുമല്ല, പുള്ളിക്കാരൻ ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്. കൂടാതെ ചെറിയ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പുള്ളിക്കാരൻ ഉൾപ്പെട്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് വരുന്നത് ട്രാൻസ്ജെൻഡറിൽ ഫേമസ് ആയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ താരവുമായ ജാസിയാണ്. പുള്ളിക്കാരൻ ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിരുന്നു. ആളുടെ ഇൻ്റർവ്യൂസൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഇൻ്റർവ്യൂസുകളായിരുന്നു കൂടുതലും. അതുമാത്രവുമല്ല, സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ തന്നെ നെഗറ്റീവ് ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. വ്യക്തിഹത്യയും ബോഡി ഷേമിങ്ങും അവഹേളനവും പരിഹാസങ്ങളും ഒക്കെ ഉൾക്കൊണ്ടാണ് ആൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ചില വീഡിയോസുകൾക്കൊക്കെ നല്ല പോസിറ്റീവ് കമൻറ്റുകളും ലഭിക്കാറുണ്ട്. പക്ഷേ എന്നാലും നെഗറ്റീവിനൊരു കുറവുമില്ല. മാത്രവുമല്ല, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിൽ എല്ലാവരെക്കാട്ടിലും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സീസ് കൊണ്ടുവന്ന ഒരു വ്യക്തിയും കൂടിയാണ് ജാസി എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ജാസി പ്രതീക്ഷിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരാൻ പോകുന്നത് നാഗസൈരന്ധ്രിയാണ്. പുള്ളിക്കാരത്തിയുടെ ഇൻ്റർവ്യൂയും തെറിവിളികളും ഒക്കെ വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയും കൂടിയാണ്. പുള്ളിക്കാരി തൻ്റെ കമൻറ്റ് ബോക്സിൽ മോശമായി പറയുന്നവർക്കെതിരെ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നതും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. അതുമാത്രമല്ല, ചില തഗ് ഡയലോഗുകളും ഒക്കെ. അതുമാത്രവുമല്ല, താൻ ആൾദൈവമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ലിസ്റ്റിൽ നാഗയും ഇടം പിടിച്ചിരിക്കുകയാണ്. അടുത്തതായി വരുന്നത് സരിത ബാലകൃഷ്ണനാണ്. സരിത ബാലകൃഷ്ണൻ ഒരു ആക്ട്രസ് ആണ്. പുള്ളിക്കാരത്തിയുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഭയങ്കര ഫേമസ് ആണ്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം സരിത ബാലകൃഷ്ണൻ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് പ്രണവ് കൊച്ചു എന്ന വ്യക്തിയാണ്. പുള്ളിക്കാരൻ ഇൻഫ്ലുവൻസറാണ്. ചെറിയ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പ്രണവ് കൊച്ചു ഇടം പിടിച്ചിരിക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് എല്ലാവർക്കും അറിയാം, ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിലെ സ്കിറ്റുകളിലൂടെയൊക്കെ ജനപ്രിയമായ ഒരു താരമാണ്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം മായാകൃഷ്ണയാണ്. പുള്ളിക്കാരത്തിയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് കോമഡി സ്റ്റാർസിലൂടെയായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരി സീരിയലുകളിൽ സജീവമാണ്. സീരിയലുകളിലെ ചെറിയ ചെറിയ വേഷങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യം പുള്ളിക്കാരത്തി ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ദിൽസിൽ ഇക്ബാലാണ്. ദിൽസിൽ പെൺകുട്ടികളെ വെച്ചുള്ള വർക്കൗട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രോളിനൊക്കെ വിധേയമാക്കിയിട്ടുണ്ട്. കൂടാതെ ആളുടെ വർക്കൗട്ട് വീഡിയോസൊക്കെ വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ദിൽസിൽ വരാൻ സാധ്യത ഏറെയാണ്. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഒരു ഫേമസ് ക്രിക്കറ്ററാണ്. ബിഗ് ബോസിൻ്റെ സ്പോർട്സ് കാറ്റഗറിയിൽ നിന്നുള്ള ആളാണ്. ക്രിസ്റ്റി സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയാണ് ആ പുള്ളിക്കാരൻ. ക്രിക്കറ്റർ മാത്രമല്ല, ഒരു ആക്ടർ, ഇൻഫ്ലുവൻസർ എന്നീ മേഖലകളിൽ പ്രശസ്തനായ ആളാണ്. അത്യാവശ്യം ചില ഷോർട്ട് ഫിലിംസിലൊക്കെ പുള്ളിക്കാരൻ വേഷം ഇട്ടിട്ടുണ്ട്. അതുമാത്രവുമല്ല, ചെറിയ ചെറിയ സീരിയൽസിലൊക്കെ അഭിനയിച്ച വ്യക്തിയാണ്. ഇനി അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരാൻ പോകുന്നത് അരുൺ നായരാണ്. അരുൺ നായർ ഒരു ആക്ടറും കൂടിയാണ്, ഇൻഫ്ലുവൻസറാണ്, ഓൺട്രപ്രനർ കൂടിയാണ്. ഈ മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആയിരുന്നു. അതുമാത്രവുമല്ല, ഒരുപാട് പെൺകുട്ടികളുടെ ആരാധന പിടിച്ചു പറ്റിയ ആളും കൂടിയാണ്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ ലിസ്റ്റിൽ അരുൺ നായരും ഇടം പിടിച്ചിരിക്കുകയാണ്. അടുത്തതായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് രോഹൻ ലോണയാണ്. രോഹൻ ലോണ ഒരു ആങ്കറാണ്.
രോഹൻ്റെ ഇൻ്റർവ്യൂസൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ്. യാതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ഒന്നുമില്ലാത്ത, പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആങ്കറുമാണ് രോഹൻ എന്ന് പറയുന്നത്. രോഹൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നല്ല വ്യൂസാണ്. പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആങ്കറും കൂടിയാണ്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ ലിസ്റ്റിൽ രോഹനും ഇടം പിടിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് ശ്രീലക്ഷ്മി അറക്കൽ എന്ന വ്യക്തിയാണ്. ശ്രീലക്ഷ്മി അറക്കൽ ഒരു ഫെമിനിസ്റ്റാണ്. അത്യാവശ്യം വുമൺ എംപവർമെൻറ്റ് ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. ശ്രീലക്ഷ്മിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ വളരെ വിവാദം സൃഷ്ടിച്ച ഒരു വ്യക്തിയും കൂടിയായിരുന്നു. പിന്നീട് ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ ഏറ്റുവാങ്ങുന്ന വ്യക്തിയുമാണ്. കഴിഞ്ഞ സീസണുകളിലൊക്കെ ശ്രീലക്ഷ്മി പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിരുന്നു. എല്ലാവരും ബിഗ് ബോസിൽ വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയും കൂടിയായിരുന്നു. എന്നാലും ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കുറച്ച് തർക്കമുള്ള വിഷയമാണ്. ഇപ്രാവശ്യത്തെ ലിസ്റ്റിൽ ശ്രീലക്ഷ്മി ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ഫേമസ് മോഡലായ അവന്തിക മോഹനാണ്. പുള്ളിക്കാരത്തി മോഡലിംഗ് മേഖലയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ചില മൂവീസിലൊക്കെ വേഷമിട്ടിട്ടുണ്ട്. കൂടുതലും തെലുങ്ക്, തമിഴ് ഭാഷകളിലൊക്കെയാണ് പുള്ളിക്കാരത്തി അഭിനയിച്ചിട്ടുള്ളത്. അതും ചെറിയ ചെറിയ റോളുകളായിരുന്നു. മാത്രവുമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഫാഷൻ കോമ്പറ്റീഷനായ ഫെമിന മിസ് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിച്ച് പോയ ഒരു വ്യക്തിയാണ്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ലിസ്റ്റിൽ അവന്തികയും വന്നിട്ടുണ്ട്. അടുത്തതായി ഫേമസ് യൂട്യൂബറായ സുജിൻ കൃഷ്ണയാണ്. പുള്ളിക്കാരനൊരു വ്ളോഗറാണ്. അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ മില്യൺസ് ഓഫ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 ഇടം പിടിച്ചിരിക്കുകയാണ് വ്ളോഗറായ സുജിൻ കൃഷ്ണ. ഇനി അടുത്തതായി നമ്മുടെ അവസാനത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ആക്ടറായ ബിനീഷ് ബാസ്റ്റൻ ആണ്. അതുമാത്രമല്ല, കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയും കൂടിയായിരുന്നു. ബിനീഷിനെതിരെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ ജനശ്രദ്ധ നേടിയിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ നമ്മുടെ അവസാനത്തെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആക്ടറായ ബിനീഷ് ബാസ്റ്റിൻ. ഇനി കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ അപ്ഡേറ്റുകൾക്കും കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.